ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സ്ഥാപക അംഗത്തിന് നേരെ സൈബർ ആക്രമണമെന്ന് WCC. നടിമാരെ അപമാനിക്കാനല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉപയോഗിക്കേണ്ടത്. ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ട്. മറിച്ചു പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണെന്നും WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം വിനിത വേണു ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിനിത, വെൽക്കം ബാക്ക്. WCCയുടെ ഈ പോസ്റ്റിലൂടെ സ്ഥാപക അംഗത്തിന് നേരെ അവർ പറഞ്ഞ മൊഴി എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഭാഗങ്ങൾ, ആ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ അത് ഏത് നടിയാണ് എന്ന് ബോധ്യമാകുന്ന തരത്തിലാണ് ആ റെഫറൻസുകളെല്ലാം കിടക്കുന്നതും. അതനുസരിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണം ഏറ്റവും മ്ലേച്ഛമായ രീതിയിലേക്കും ചിലയിടങ്ങളിൽ പോകുന്നുണ്ട്. അതേക്കുറിച്ച് WCC ഇപ്പോൾ പറയുന്നത് എന്താണ് വിനീത? സുജയ്, വെരി ഗുഡ് ഈവനിങ്. WCCയുടെ നിലപാട് വ്യക്തമാണ്. ഏത് സ്ത്രീയായാലും സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെയാണ് WCC സ്വീകരിക്കുന്നത്. അത് സ്ഥാപക അംഗം, ഞങ്ങളുടെ എക്കാലത്തെയും സ്ഥാപക അംഗത്തിനെതിരെ ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ചില രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. അത് ഖേദകരമാണ് എന്ന് തന്നെയാണ് WCC വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സ്ഥാപക അംഗം, WCCയുടെ സ്ഥാപക അംഗം ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ സിനിമയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല, തനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നുമേ ഇല്ല എന്ന രീതിയിൽ ഒരു മൊഴി നൽകിയിരുന്നു. അത് തങ്ങളെ ഞെട്ടിച്ചു എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ റെഫർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അതിന് പിന്നാലെ ഒരു പ്രമുഖ താരത്തിനെതിരെ മറ്റു ചിലർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സുജയ സൂചിപ്പിച്ചതുപോലെ അത് വളരെ മോശകരമായ രീതിയിലുള്ള പരാമർശങ്ങളിലേക്കും പ്രചരണങ്ങളിലേക്കും ഒക്കെ മാറുന്നു. ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ടുള്ള അവർക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒട്ടും ശരിയല്ല എന്നാണ് പറയുന്നത്. മുൻ സ്ഥാപക അംഗം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ മൊഴി, അതിനെ പുറകെ പോയി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന കണ്ടന്റുകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ അത് വളരെ മോശമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗമാണവർ, അവർക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഓരോ സ്ത്രീക്കും പറയാനുള്ള അവകാശമുണ്ട്. അതിനൊപ്പം നിൽക്കാനാണ് WCC ആഗ്രഹിക്കുന്നത് എന്നുകൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ മനോഭാവങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് WCC. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകളെ, മൊഴികളെ, തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെ ഒക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ വേണമെന്നാണ് WCC പറഞ്ഞു വെക്കുന്നത്. വ്യക്തമാണ് വിനീത വേണു ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ. എവിടെയാണ് ശ്രദ്ധയൂന്നേണ്ടത് എന്നതിന് പകരം ഒരു പാരഗ്രാഫിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രം വഴിതിരിച്ചു വിടുന്ന ചർച്ചകളെ കുറിച്ചാണ് കൃത്യമായി WCC ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതല്ല നമ്മുടെ നിലപാട്. WCC നേരത്തെ ആവശ്യപ്പെട്ടതനുസരിച്ച് രൂപീകരിച്ചതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ്. അതിന്മേൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളാണ് പ്രധാനം.